അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഫസ്റ്റ് ഇട്ട യൂട്യൂബ് വീഡിയോയിൽ എനിക്ക് കിട്ടിയേക്കുന്ന എന്താ പറയുക ഒരു എല്ലാവരുടെയും റിയാക്ഷനും എല്ലാവരുടെയും ലൈക്സും കമൻസും അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ അത്രയും വിചാരിച്ചില്ല ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നു. കാരണം ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതാണല്ലോ, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിന് കിട്ടിയ റെസ്പോൺസ് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സെക്കൻഡ് വീഡിയോയും അതേപോലെ വീഡിയോസ് എടുക്കാമെന്ന് ഞാൻ കരുതുന്നത് തന്നെ കേട്ടോ. സോ അതിനകത്ത് ഒരുപാട് പേര് നല്ല നല്ല കമൻസ് എല്ലാം തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. നിങ്ങളുടെ ഇത്രയും റിയാക്ഷൻ കിട്ടും ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. സോ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതാണ്, ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. എനിക്കിന്ന് ഉച്ചവരെ ഷിഫ്റ്റ് ഉണ്ടായുള്ളൂ. ശരിക്കും എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 12 hours ആണ്. രാവിലെ 7:30 മുതൽ രാത്രി 8:30 വരെ നീണ്ട 12 മണിക്കൂർ, 13 മണിക്കൂർ 1 hour ബ്രേക്ക്, നീണ്ട 12 മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ്. ബട്ട് ഇന്ന് എനിക്ക് ഉച്ചവരെ ഉണ്ടായുള്ളൂ. അതായത് രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഒരു വീഡിയോ പോലെ എടുക്കാമെന്ന്. കാരണം എനിക്കിങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിലും എൻ്റെ വർക്ക് ലൈഫോ അതും എനിക്ക് നിങ്ങളെ കാട്ടി തരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് സ്റ്റുഡൻ്റ് ആയിട്ടാണ് UK വന്നത് കേട്ടോ. സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. ഞാൻ പല സത്യം പറഞ്ഞാൽ കുറേ ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പിസ്സ ഹട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പബ്ബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫൈനലി നമുക്ക് എല്ലാ ജോലിയും നമുക്കങ്ങനെ എന്താ പറയുക ഫോർ എവർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഓരോ സാഹചര്യം കാരണം പല ജോലികളായി. അങ്ങനെ ലാസ്റ്റ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലാണ് കേട്ടോ. എനിക്ക് അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ അവരെനിക്ക് സ്പോൺസർഷിപ്പ് തന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്പോൺസർഷിപ്പ് തന്നപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അവിടെ ഫുൾ ടൈം ആയി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഒരാളെ കാട്ടിത്തരാം കേട്ടോ. ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ ഒരാളെന്നെ കൊണ്ടുവരാൻ വന്നേക്കാം, ഞാൻ കാട്ടിത്തരാം കേട്ടോ. അതാ നോക്കൂ, നിങ്ങൾക്ക് ഈ ആളെ കണ്ട് പരിചയമുണ്ട്. ആള് ജിമ്മ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഹായ്. സോ ഇതാണ് എനിക്ക് വേണ്ടി ക്യാപ്പുച്ചീനോ സ്റ്റാർബക്സിന്റെ കോൾഡ് കോഫി കൊണ്ടുവന്നേക്കുന്നത്. ജലദോഷവും പനിയും ചുമയൊക്കെയാണ്, പക്ഷെ കുഴപ്പമില്ല. കോഫി തണുപ്പില്ല കേട്ടോ, ഐസായിട്ടിരിക്കുന്നതല്ല. പക്ഷെ എന്നാലും എന്താ പറയാ, അപ്പൊ ഇത് കുടിച്ചുകൊണ്ടാവാം ഇനി പോകുന്നത് അല്ലേ. അപ്പൊ ഷിഫ്റ്റ് കഴിഞ്ഞു ഇറങ്ങിയ സ്ഥിതിക്ക് 2:30 ആയിട്ടുള്ളൂ എന്തായാലും. അപ്പൊ ഇനിയും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തേക്ക് പോവാന്നുള്ള രീതിനകത്താണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് ഓഫ് കിട്ടുമ്പോൾ ഞങ്ങൾ മെയിൻലി പോകുന്ന ഒരു 3-4 സ്ഥലമുണ്ട്. 1 സെന്റ് ആൽബൻസ്, 2 വെല്ലിംഗ് ഗാർഡൻ സിറ്റി, പിന്നെ 3 ലൂട്ടൻ, പിന്നെ വല്ലപ്പോഴും ലണ്ടൻ. അപ്പൊ അതാണ് ഞങ്ങൾ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കേട്ടോ. അപ്പൊ അബി, ഇന്ന് നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടേ? സോ സ്ഥലം ചൂസ് ചെയ്യേണ്ടത് നമുക്ക് അബിക്ക് വിട്ടുകൊടുക്കാം. ഓക്കെ, അപ്പൊ അബിയോട് ചോദിക്കാം നമുക്ക് എങ്ങോട്ടേക്ക് പോണ്ടേന്ന്. അബി പറ, ഇന്ന് നമുക്ക് എങ്ങോട്ടേക്ക് പോണ്ടേ? ഓക്കെ, ഇത് എങ്ങോട്ടേക്കാ? വെലിൻ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ശരി. ഞങ്ങള് താമസിക്കുന്ന സ്ഥലം ഹാറ്റ്ഫീൽഡ് ആണ്. ഈ ഹാറ്റ്ഫീൽഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര എന്താ പറയാ സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് കോസി സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ലൈക്ക് നല്ല പീസ് ഓഫ് മൈൻഡ് ആണ്. പിന്നെ ഒരുപാട് വണ്ടികളോ അങ്ങനത്തെ അതിൻ്റെ ഒന്നും ശബ്ദമൊന്നും കേൾക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കേട്ടാലറിയാം, ഫുൾ സൈലന്റ് ആണ്. സോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഹാറ്റ്ഫീൽഡ്. അപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത് വെല്ലിംഗ് ഗാർഡൻ സിറ്റി. അത് കുറച്ചും കൂടിയും എന്താ പറയാ കുറച്ചും കൂടി നല്ലതാണ്. കുറച്ചുകൂടി ബിസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കുറച്ചുകൂടി പോർഷ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേട്ടോ. ലണ്ടന്റെ അത്രയില്ല, ബട്ട് സ്റ്റിൽ അതൊരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിലെ ഭംഗിയും കുറെ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിന്റെ സെന്ററും നല്ല നല്ല രസമാണ് ആക്ച്വലി. അപ്പൊ ഞാൻ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാട്ടിത്തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ അതെങ്ങനെയുണ്ടെന്ന്. സോ ഗൈസ്, ഞങ്ങള് അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ എൻ്റെ യൂണിഫോമും പിന്നെ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ നോർമൽ ഡ്രസ്സ് ഇട്ടു. എന്നിട്ട് മറ്റേ വെല്ലിംഗ് ഗാർഡനിലോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം.
സോ ഗൈസ് ഞങ്ങളങ്ങനെ ബസ്സൊക്കെ കയറി വെലിങ്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എത്തി. അപ്പോൾ ഭയങ്കര വിശപ്പ് ഈ ഒരു ടൈമിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്താ കഴിക്കുന്നതെന്നും പിന്നെ അതേപോലെ ഞങ്ങൾ അടുത്ത് എങ്ങോട്ട് പോകുന്നതെന്നും എല്ലാം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ തൊട്ടടുത്തൊരു KFC കണ്ടു കേട്ടോ. സോ ഞങ്ങൾ വിചാരിച്ചു KFC കയറി കഴിക്കാമെന്ന്. ഈ വെലിങ്കാർഡനിൽ ഞങ്ങൾ എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മെയിനായിട്ട് കയറുന്ന സ്ഥലമാണ് KFC. അത് ഞങ്ങളുടെ ഹാറ്റ്ഫീൽഡിലുണ്ട്. പക്ഷേ വെലിങ്കാർഡനിലെ KFC എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. എല്ലാ ഇതിൻ്റെ മീൽസിനായാലും ചിക്കനായാലും ഫ്രൈസിനായാലും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. സോ ഞങ്ങളെപ്പോഴും എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും KFCയിൽ കയറും. KFC മസ്റ്റാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഓർഡർ കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ്സിനുള്ളിലൊക്കെ കിട്ടി കേട്ടോ. അപ്പം ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം. എടുത്ത് വെക്കി, പുറത്തേക്ക് എടുത്ത് വെക്കി. ഇതാണ് എൻ്റെ ഇത് സ്വീറ്റ് ചില്ലി ഡിപ്പ് ചിക്കനാട്ടോ. സ്വീറ്റ് ചില്ലി സോസിനകത്ത് ഫുള്ളി ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചിക്കനാണിത്. അബിയുടെ എവിടെയാ? അബിയുടെ നോക്കട്ടെ. അബിയുടെ ചിക്കൻ പീസ് ജസ്റ്റ് ചിക്കനാണ്. അബിക്ക് ചിക്കൻ, ഇങ്ങനത്തെ ചിക്കനിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ. സോ ഇത് പിന്നെ ആ വാട്ടർ മെലൻ എന്തോ ഒരു ഡ്രിങ്ക്. അതെ, സ്നിക്കേഴ്സ് കഴിക്കൂ, വിശപ്പ് മാറ്റൂ. സോ ഇത് ആക്ച്വലി എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് സ്വീറ്റ് ചില്ലിയാണ്. ഇതിൻ്റെ സ്പൈസി ആണെങ്കിൽ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്വീറ്റ് ചില്ലി പൊതുവെ ഇഷ്ടമായതുകൊണ്ട് ഇതെനിക്കിഷ്ടമായി. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് എനിവേസ് എനിക്കിഷ്ടമായി. അപ്പോൾ ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. സോ ഇതാണ് ഗൈസ് ഈ സിറ്റിയുടെ സെൻറ്റർ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ടൗൺ സെൻറ്ററൊക്കെ പോലെ ആണ് ഈ ഒരു ലൊക്കേഷൻ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്സും കാര്യങ്ങളും നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടും. കാരണം അത്രയ്ക്കും ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്നൊരു വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ ഒരു പ്രതിമയാട്ടോ. ഇത് ഫുള്ളുണ്ടാക്കിയേക്കുന്നത് നമ്മുടെ കത്തിയിലെ നൈസ് വെച്ചിട്ടാണ്. ആൻഡ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് UK ഒരുപാട് സ്റ്റാബിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനും വേണ്ടി അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബിഗ് ആയിട്ടുള്ള ആ പ്രതിമ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വെലിങ്കാർഡിൻ്റെ ഭംഗി. പിന്നെ നമ്മൾ ഒരുപാട് ദൂരത്തേക്കൊന്നും പോയില്ല. കാരണം ഓൾറെഡി സമയം 4 മണിയായി. പിന്നെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും. പിന്നെ തണുപ്പും. സോ എല്ലാം കൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ അധികം എങ്ങോട്ടും പോകണ്ട, ജസ്റ്റ് മെയിൻലി ആ ഒരു സിറ്റി സെൻറ്റർ ഒന്ന് കാട്ടിത്തരാം എന്നുള്ള രീതിനകത്താണ് കേട്ടോ. പിന്നെ അതെ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഇലകളും കാര്യങ്ങളെല്ലാം പൊഴിഞ്ഞു കിടക്കുവാണ്. സോ അബി എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കാണാൻ കൊരങ്ങച്ചനെ പോലെയായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ കൊരങ്ങച്ചനെ പോലെ പ്രത്യേകം ദയവ് ചെയ്തൊരു കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കണം കാര്യത്തിലാ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ വീഡിയോയിനകത്ത് ഒരാള് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് 12 hours ഷിഫ്റ്റും അതും ഉറങ്ങാണ്ടിരുന്ന പിന്നെ എങ്ങനെയാ മുഖം ഉണ്ടാവാ? ഇപ്പോഴും കാണാനുണ്ടോ ക്ഷീണം പോലെ? ഞാനൊക്കെ 12 hours ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് ഉറങ്ങാണ്ടിരിക്കണമെങ്കിൽ എന്നെ ഒന്നും കണ്ടാൽ തിരിച്ചറിയും കൂടിയില്ല. പക്ഷെ സോ ഗൈസ് അവിടുന്ന് കുറച്ച് മാറിയിട്ട് ഈ ഒരു ലൊക്കേഷനിലോട്ടാണ് വന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ആ ഒരു അറ്റത്ത് നിന്ന് നോക്കിയാൽ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. സോ ഇന്ന് ഞങ്ങൾ നോർമലി വരുമ്പോൾ വാട്ടറിൻ്റെ കളർ ലൈക്ക് നോർമൽ കളറായിരിക്കും. പക്ഷെ ഇന്ന് പിങ്ക് കളറ്, അതെന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഇന്ന് അവിടെ പോയപ്പോൾ ആ നൈസ് വെച്ചിട്ടുള്ള ആ പ്രതിമേനെയും കണ്ടു. അതേപോലെ ഈ വെള്ളത്തിൻ്റെ കളറും ചേഞ്ച് ആക്കുന്നത് കണ്ടു. സോ അബി എനിക്ക് തോന്നുന്നേ നമ്മള് വരുന്ന കാര്യം ഇവരറിഞ്ഞു തോന്നുന്നു. കാരണം അതുകൊണ്ടല്ലേ ഞാൻ ഇട്ട ടോപ്പിന്റെയും ഇവര് ഈ വെള്ളത്തിന്റെ കളറും സെയിം ആക്കിയത്. ആണ്. നിന്നെ പിന്നെ കാര്യാക്കൂല്ലോ, എന്നെയല്ലേ കാര്യാക്കാ. അപ്പൊ ഗൈസ് ആ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങള് ലൊക്കേഷൻ മാറ്റി പിടിക്കാൻ പോവാട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ബസ്സിൽ എങ്ങോട്ടാന്ന് എനിക്കറിയില്ല, എനിക്കൊന്ന് സ്റ്റീവനേജ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയപ്പോൾ ഞങ്ങൾ ആ ഒരു വേറൊരു ലൊക്കേഷൻ കണ്ടു, വേറൊരു സ്പോട്ട് കണ്ടു കേട്ടോ ഈ വെലിങ്കാർഡൻ സിറ്റിയിലെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആ സ്പോട്ടിലോട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാം. അത് എന്ന് വെച്ചാൽ ലൈക്ക് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ വലിയ എന്തോ സംഭവം അങ്ങനെയൊന്നുമില്ല, ഒരു നോർമലായിട്ടുള്ളൊരു ഒരു സ്ഥലം തന്നെ, പക്ഷെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് പോവാം അല്ലേ? പോവാ എങ്ങോട്ടേക്കാ? ഈ സ്പോട്ടിലോട്ട്
ഏത് സ്പോട്ട്? സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പോട്ട് കേട്ടോ. അതായത് സ്ഥിരം ഇരിക്കുന്ന ഒരു സ്പോട്ടിൽ നിന്ന് ഞങ്ങളൊന്ന് കുറച്ചിങ്ങോട്ടേക്ക് മാറിയിട്ട്. ഇത് ആക്ച്വലി പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല, ബട്ട് എന്നാലും ഇത് കാണുമ്പോൾ ഒരു നല്ലൊരു രസമുണ്ട്. നിറച്ച് മരങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ബെഞ്ചൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനും അതിനെല്ലാം പറ്റിയൊരു നല്ല സ്പോട്ടാണ് കേട്ടോ അത്. സോ ഗൈസ്, ഞങ്ങൾ ആ സ്പോട്ടിലിരിക്കുകയാണ്. എന്താ പറയുക, എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒന്ന് മാറിയിരുന്നപ്പോൾ കുഴപ്പമില്ല. ഇവിടെ എന്തായാലും നല്ല കാമാണ്, ക്വയറ്റാണ്. എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടമായിട്ടോ, കൊള്ളാം. സോ ഗൈസ്, ഇത് ഒരുപാട് കാര്യങ്ങൾ കാട്ടിയിട്ടുള്ള വീഡിയോ എന്നല്ല, ഒരു ചെറിയ വീഡിയോ എനിക്ക് ജസ്റ്റ് കാട്ടി തരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.